ഇത് ഞങ്ങളുടെ അടുക്കളത്തോട്ടം. ഇന്ന് ഇവിടെ നിന്ന് കുറച്ച് പച്ചക്കറികൾ വിളവെടുക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനെന്ന് ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് കറിവേപ്പില എടുത്തു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി വേണ്ട സാധനങ്ങൾ കുറച്ചേശ്ശെ എടുക്കാറാണ്, ഒന്നിച്ചെടുക്കുകയല്ല ചെയ്യണത്. അപ്പോൾ ഒരുപാട് കൃഷിയൊന്നുമില്ല, കുറച്ച് അത്യാവശ്യം നമുക്ക് വേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ 2 കത്തിരിക്ക എടുത്തിട്ടുണ്ട്. വയലറ്റും വെള്ളയുമാണ് കത്തിരിക്ക. അപ്പോൾ വഴുതന എന്നും പറയും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് കത്തിരിക്ക എന്നാണ്. അപ്പോൾ ഈ ഉണ്ട വഴുതന എന്ന് പറയില്ലേ, അതാണിത്. അപ്പോൾ ഇത് 2 എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണ്. അപ്പോൾ പലവിധം പച്ചമുളകുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എടുക്കാറായ കുറച്ച് പച്ചമുളക് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ള പച്ചമുളക്, കത്തിരിക്ക, കറിവേപ്പില ഇത്രയും നമ്മളെടുത്തു. ഇനി വെണ്ടയാണ്. അപ്പോൾ വെണ്ട കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ വെണ്ട സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുക, അതുപോലെ തന്നെ കറി വയ്ക്കാറുണ്ട്, വെണ്ടയും തക്കാളിയും കൂടി ഇട്ടിട്ട് അതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയുണ്ടായിരിക്കും, എന്നാലും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്തെടുത്താൽ. പിന്നെ അത് നമ്മളിപ്പോൾ ചീര എടുത്തു, ചുമന്ന ചീരയാണ് എടുത്തത്. ചീര ആദ്യം ഇവിടെ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ചീര, പച്ച ചീരയുണ്ട്, ചുവപ്പും ഉണ്ട്. അപ്പോൾ ഇതാ പച്ചയും നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച ചീര ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ചീര മാത്രം ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്, ബാക്കി എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോ ദിവസം വേണ്ടത്ര മാത്രം എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെയും കുറച്ച് വെണ്ട നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനും കൂടെ നമുക്ക് എടുത്തേക്കാം. ഇനി ഇത് പുതിനയാണ്. പുതിനയും ആവശ്യത്തിനുള്ള മാത്രം. ഇതൊക്കെ നമ്മൾ എന്നും കറി വയ്ക്കുമ്പോൾ ആവശ്യത്തിന് പോയി എടുത്ത് കറിയിലിടാറേ ഉള്ളൂ, പുതിനയൊന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ പുതിനയുടെ ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, പുതിന കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത്. പുതിന നമുക്ക് നല്ല കാട് പോലെ വളർത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഇത് മല്ലിയിലയാണ്, ആഫ്രിക്കൻ മല്ലി എന്ന് പറയും. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയിലയുടെ ആ മല്ലിയിലയല്ല, പക്ഷേ അതേ മണമാണ്, പക്ഷെ അതിനേക്കാളും നല്ല ഗുണമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയിലയിൽ ഒരുപാട് മരുന്നടിച്ചിട്ടായിരിക്കും അത് കിട്ടുന്നുണ്ടാവുക. അത് നമുക്ക് എത്ര കഴുകിയാലും അതിലെ മരുന്ന് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ മല്ലിയില എല്ലാവരും ഒന്ന് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ, കറിയിലൊക്കെ നമ്മൾ അതേ മല്ലിയില നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇടുന്ന ആ മല്ലിയിലയുടെ അതേ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നട്ട് പിടിപ്പിക്കാൻ നോക്കുക. പെട്ടെന്ന് നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാവും അത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അത് നല്ലൊരു ഓപ്ഷനാണ് മല്ലിയിലയ്ക്ക് പകരമായിട്ട്. നമ്മൾ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓടിപ്പോയി നമ്മൾ അടുക്കളത്തോട്ടത്ത് തന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില ഇതൊക്കെ എടുത്തിടാൻ പറ്റുമ്പം അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെടുത്ത പച്ചക്കറികളൊക്കെയാണ് ഇതെല്ലാം. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ച് വെണ്ടയ്ക്ക, പച്ചമുളക്, കറിവേപ്പില, പുതിനയില, കത്തിരിക്ക, പച്ച ചീരയും ചുവന്ന ചീരയും ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രഷായിട്ട് നമുക്ക് വെജിറ്റബിൾസ് നമ്മൾ അടുക്കളത്തോട്ടത്തിൽ നിന്ന് എടുക്കാൻ പറ്റുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. പിന്നെ ഈ പുതിന എല്ലാം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം, 2 സൈഡും തിരിച്ചും മറിച്ചും നോക്കണം. ചിലപ്പോൾ ഈ ഇല പോലെ തന്നെ ഇരിക്കുന്ന പച്ച കളറ് പുഴു അതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് കറിയിലേക്ക് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കറികളിലിടാൻ മാത്രമല്ല ഈ മിൻറ്റ് ലീഫ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. വളരെ നല്ല ഒരു ഡൈജഷന് വളരെ നല്ല ഒരു ഇലയാണത്. നമ്മൾ കട്ടൻ ചായയിലൊക്കെ ഈ മിൻറ്റ് ലീഫും കൂടെ ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ജങ്ക് ഫുഡ് അങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ടൻ ചായയിലിട്ട് ഈ മിൻറ്റ് ലീഫും കൂടെ കട്ടൻ ചായയിലിട്ട് കുടിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് ഡൈജഷന്. എല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ഈ പുതിന ചെടി. പിന്നെ ഈ മല്ലിയില എന്ന് പറയുന്നത് നമുക്ക് ഔഷധ ഗുണമുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ചിക്കൻ കറിയിലും ബിരിയാണിയിൽ, സാമ്പാറിൽ എല്ലാത്തിലും നമുക്ക് ഇടാൻ പറ്റുന്നതാണ് മല്ലിയില. അത് നമുക്ക് മരുന്നടിക്കാതെ തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കുന്നതും കൂടെ ആയതുകൊണ്ട് വളരെ നല്ലതാണ്. ഇനി നമുക്കിവിടെ ഉള്ളത് കുറച്ച് തക്കാളി ചെടികളൊക്കെയാണ്. തക്കാളിയുടെ കുഞ്ഞ് തൈകൾ, മുളകിൻ്റെ തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ മുളക് നമുക്ക് വലുതും ഉണ്ട്, പക്ഷേ തക്കാളി നമുക്കിപ്പോൾ വലുതില്ല, ഈ വലുതായിട്ട് വരുന്നേ ഉള്ളൂ. ഇതെല്ലാം ചെറിയ ചെടികളായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വളർന്നു വന്നിട്ട് വേണം നമുക്ക് തക്കാളി വിളവെടുത്ത് തുടങ്ങാനായിട്ട്.
നേരത്തെ കുറേ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഇല്ലാത്തത്. ഇപ്പോൾ ഈ കുഞ്ഞു തൈകളിനി വളർന്നു വരട്ടെ, അപ്പോൾ നമുക്ക് തക്കാളി വിളവെടുപ്പും കൂടെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇതുപോലെ കുറേ മുളക് തൈകളൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പഴവർഗ്ഗങ്ങളായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയാനായിട്ട് ഇവിടെ പേരക്കയുടെ തൈയാണിത്. അപ്പോൾ ഇത് ചെറുതാണ്, ചെറിയ തൈയാണ്, വലുതായി വരണം. ഇത് ഊർമാമ്പഴം, നമ്മളെ മാതളം എന്ന് പറയുമല്ലോ, മാതളം ഊർമാമ്പഴം എന്നൊക്കെ പറയും, അതിൻ്റെ ഒരു ചെറിയൊരു ചെടിയാണ്. ഇത്ര വലുപ്പമായതേ ഉള്ളൂ, ഇന്ന് കായ്ച്ച് തുടങ്ങുമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇത് കുറേ കാലമായി ഇങ്ങനെ നിൽക്കണു. അപ്പോൾ ഇത് ഒന്ന് കായ്ച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട്, അതൊന്ന് വലുതായിട്ടൊക്കെ വരട്ടെ. അതിൽ ഉറുമാമ്പഴമൊക്കെ ഉണ്ടായതിന് ശേഷം നമുക്ക് അതിൻ്റെ വിളവെടുപ്പ് നമ്മുടെ ചാനലിൽ കാണിക്കാം. ഇത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചി നമുക്ക് വേണമെങ്കിൽ കയ്യിൽ അരച്ചിടാനും എടുക്കാം, പിന്നെ നമ്മൾ എണ്ണ കാച്ചാനും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എണ്ണ കാച്ചി എണ്ണയുടെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഷെയർ ചെയ്തേക്കാം. ഇത് ചേമ്പാണ്. ചേമ്പ് ഇതിൻ്റെ താളും ഉപയോഗിക്കാം കേട്ടോ. ചേമ്പിൻ്റെ ഈ തണ്ടുണ്ടല്ലോ, ചേമ്പിൻ്റെ താളെന്നാണ് ഇതിന് പറയുന്നത്. അത് വെച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. തേങ്ങ വറുത്തരച്ചൊക്കെ ചേമ്പിൻ്റെ താള് വെച്ച് നമ്മൾ കറി ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതുപോലെ ആ ചേമ്പ് നമ്മൾ ഉപയോഗിക്കും, കറിയിലിടാനായാലും അല്ലാതെ പുഴുങ്ങി കഴിക്കാനായാലും ചേമ്പ് എടുക്കും. അപ്പോൾ ഇതും നമ്മളെ വീട്ടിലുള്ള ചേമ്പിൻ്റെ ചെടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീട്ടിലുള്ള ചെടികൾ. പിന്നെ പാവയ്ക്ക ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാൻ വിട്ടുപോയി. പിന്നെ ഇന്ന് ഞാൻ എടുത്ത ചീര കൊണ്ട് ഞാൻ തോരൻ വെച്ചു. അപ്പോൾ തോരൻ്റെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല, ഇന്ന് എടുത്തിട്ടില്ല. പക്ഷെ നേരത്തെ ഞാൻ ചീര തോരൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതായത് ഒട്ടും ഇങ്ങനെ കുഴയാത്ത രീതിയിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ചീരത്തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണാം. അപ്പോൾ ഇന്ന് വെച്ചത് ഈ ചീരത്തോരനും പിന്നെ നമ്മൾ എടുത്ത കത്തിരിക്ക കൊണ്ട് ഞാൻ ഒരു കറി വെച്ചു. അപ്പോൾ ഈ കത്തിരിക്ക കൊണ്ടുണ്ടാക്കിയ ഈ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കത്തിരിക്ക ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, വലിയ പരിപാടികളൊന്നുമില്ല, വേഗം ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതും ഇന്ന് നമ്മളെടുത്ത കത്തിരിക്ക കൊണ്ട് വെച്ച കറിയാണ്. അപ്പം ഞാൻ ഷെയർ ചെയ്ത ലിങ്കിലുള്ളതെന്ന് പറഞ്ഞാൽ വഴുതനങ്ങ കൊണ്ടാണ് വെച്ചത്. അതായത് നീളത്തിലുള്ള വഴുതന ഉണ്ടല്ലോ, പച്ച കളറിലുള്ള, അത് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കത്തിരിക്ക കൊണ്ടായാലും വഴുതന കൊണ്ടായാലും ഒക്കെ റെസിപ്പി ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ അടുക്കളത്തോട്ടത്തിലെ ചെറിയ കൃഷിയും പിന്നെ അതേപോലെ തന്നെ ഇന്നെടുത്ത വിളവെടുപ്പും പച്ചക്കറിയുടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.